ഹലോ ഗൈസ്, ഇപ്പം നമ്മളിന്ന് കളിക്കാൻ വന്ന മൈൻക്രാഫ്റ്റാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പുതിയ വേൾഡൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ നമുക്ക് കളിക്കാം. ഓക്കെ, പെട്ടെന്ന് ലോട്ടാവ്. പെട്ടെന്ന് ലോടാവും. എന്ത് ലോഡാവട്ടെ, ഈ കോപ്പെന്ത് ലോഡാവട്ടെ, കുറേ നേരമായല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ആകെ 2 മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ എൻ്റെ യൂട്യൂബ് ചാനലിൽ. ബാക്കി എല്ലാം റോബ്ലോക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇച്ചിരി ദിവസം മൈൻക്രാഫ്റ്റ് ഇട്ടാലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിനാണ് ഏറ്റവും വ്യൂസ്. മൈൻക്രാഫ്റ്റ് ആയിരിക്കും ഇടാൻ പോകുന്നത്. എനിക്കിത് എന്തായാലും ഈ ഒരു ദിവസം കൊണ്ട് ഇതൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. എപ്പിസോഡാക്കി വരുന്നത്. എപ്പിസോഡായിട്ട് ഓക്കെ. സ്റ്റിക്ക് ഉണ്ടാക്കി, സോഡ്, ആക്സ്, വുഡൻ പിക്കാക്സ്. നമുക്ക് അത്യാവശ്യമായിട്ട് ആദ്യമായിട്ടുണ്ടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് പോയി ഇനി മോബൊക്കെ വരുന്നില്ല, അത്രയും സമയമൊന്നും വേസ്റ്റാക്കാനായിട്ടില്ല. അതുകൊണ്ട് ഞാനിനി ഇവിടെ മൈൻഡ് സ്റ്റോണല്ല മൈൻഡ്, ഇവിടെ മോബുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ 7 കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിക്ക് കുറവാണ്. ആദ്യം തന്നെ പിക്കാക്സും പിന്നെ സോഡും മതി. അത്ര ഇപ്പോഴത്തേക്ക് മതി. നമുക്ക് വുഡൻ ആക്സ് ഉണ്ട്. വുഡൻ ആക്സ് ഉണ്ട്. ഇച്ചിരി ഷീപ്പിനെയൊക്കെ ബ്രെഡ് ഉണ്ടാക്കി കിടക്കാനായിട്ട്. ഫുഡിന് എന്തോ സോമ്പിടുന്നുണ്ടല്ലേ. വേറെ ഷീപ്പ് ഭാഗ്യമായി. രണ്ടാമത്തേനെ കൊന്നു. മൂന്നാമത്തേനെ 3 ഷീപ്പിനെ വെട്ടിക്കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് വായൊന്നും വരുന്നുമില്ല. ഇനി നമുക്ക് ഇച്ചിരി കൂടെ വുഡ് വേണം. വീടുണ്ടാകണം, അതെടുക്കണം. ഈ വീഡിയോ നമുക്ക് പറ്റത്തില്ല. കുറേ വീഡിയോ വളർത്തിട്ട് അത് വരും. ഓക്കെ, ഇനി നമുക്ക് വൈറ്റൊരു കോമൺ വൈറ്റ്
ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സൗണ്ടൊക്കെ കേട്ടതിന് സോറി കേട്ടോ. ഞാൻ 4 മണിക്കായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഫുഡ് വേണ്ടേ? ഫുഡ് എടുക്കാം. ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല, ഫുഡ് എടുത്തിട്ടില്ല. വീടുണ്ടാക്കണം, ഇതെല്ലാം പെട്ടെന്ന് അതുപോലെ വെച്ച് വെക്കേഷനാണ്. വെക്കേഷനല്ലേ ഉള്ളതുകൊണ്ട് ഇച്ചിരിയുടെ കോബിൾ സ്റ്റോൺ പോയി കണ്ടുപിടിക്കണം. ഫ്രീ ആയിട്ട് ഒരു ടിക്ക് കിട്ടി. പെട്ടെന്ന് ഇച്ചിരിയും കൂടി കോബിൾ സ്റ്റോൺ ഉണ്ടാക്കണം. ഇതാന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിലെ നൈറ്റ് സൈക്കിളും സൺ സൈക്കിളും എല്ലാം ഓരോ ഇടവിട്ട് 10 മിനിറ്റാണ്. നൈറ്റ് സൈക്കിൾ ഒരു 7 മിനിറ്റും പിന്നെ മോർണിംഗ് സൈക്കിൾ ഒരു 10 മിനിറ്റും. അപ്പോൾ അത് ഇച്ചിരി കൂടി ഇതൊന്ന് റിയലിസ്റ്റിക് ആക്കുന്നുണ്ട്. ഇതൊരു വാല്യുബിൾ ഇൻഫർമേഷനാണ് മൈൻക്രാഫ്റ്റ്. അങ്ങനെ ഞാൻ തുടങ്ങി പെട്ടെന്ന് ഇതാന്ന് വെച്ചാൽ നമ്മൾ മരിച്ചാൽ പിന്നെ എല്ലാ ലൂട്ടും പോകത്തില്ലേ. ഓക്കെ, 8 സ്റ്റോണായി. ഫർണസിനുള്ളതായി. ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിത് കുക്ക് ചെയ്യുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനകത്തുള്ള പ്ലാൻ എന്തോന്ന് പറഞ്ഞു സോംബി എന്തോ അവിടെ ചെയ്യുന്നു. ഞാനെല്ലാം കൊണ്ടുപിടിച്ച് സോഡ് വെച്ച് സോംബിനെ കൊന്ന 3 ഹിറ്റ് എടുക്കത്തുള്ളൂ. സ്റ്റോൺ സോഡ് വെച്ചെടുക്കുന്ന ഇപ്പം എത്ര ആയിരുന്നു. കുക്കിടുന്നു. ഫ്യൂവൽ തീരാറായി. ഓക്കെ, 6 മട്ടൺ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത്ര മതിയായിരിക്കും. ഓക്കെ അത്ര മതി. ഇനി നമുക്ക് വീടുണ്ടാക്കുന്നതിന് ശ്രദ്ധ കൊടുക്കണ്ട്. വുഡ് കളക്ട് ചെയ്യപ്പോൾ ഒരു വലിയ വുഡ് കിട്ടിയിട്ടുണ്ട്. അതായത് വലിയ ട്രീ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ക്രീപ്പർ വല്ലതും എടുത്തുണ്ടോ? അത് എനിക്കറിയാൻ പാടുന്നില്ല. ക്രീപ്പർ വല്ലതും എടുത്തുണ്ടോ? അതേപോലെ ഉണ്ട്. എത്ര വുഡ് കിട്ടി നമുക്ക്? 15 വുഡ് കിട്ടി.
രാത്രി ആവാറായി. സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ പെട്ടെന്നൊരു നല്ല സ്ഥലം എടുക്കണം. ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു നല്ല സ്ഥലം വേണം. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു സോഡൊക്കെ കൈ വേണം. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളെല്ലാം പോകാതിരിക്കാൻ സെറ്റിങ്സിൽ പോയി എന്തോന്ന് കീപ്പ് ഇൻവെൻ്ററി ഓണാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ചത്താലും നമ്മുടെ സാധനങ്ങളൊന്നും പോകത്തില്ല. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഏരിയയിൽ കിട്ടിയിരിക്കുന്നു സോംബീസ്. ക്രീപ്പറുണ്ട്. ഓ ബേബീസ്, ഒരു മരിച്ചാലും കീപ്പ് ഇൻവെൻ്ററി അതുകൊണ്ട് ചത്ത്. കീപ്പ് ഇൻവെൻ്ററി വെച്ചോണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, അത് കുഴപ്പമില്ല. ഞാൻ കളിക്കുന്നതിനെ പറ്റി സേഫ് ആയിട്ട് സ്ഥലത്താണ്. ഇപ്പോൾ 5 മണിക്ക് എങ്ങാണ്ട് ലൈറ്റ് പറയും 20 മിനിറ്റ് ആയി. വേറെ എൻ്റെ പുറത്തൊക്കെ വരുന്നു ഇവരെ കൊല്ലവരും പോകണൊക്കെ.
XP ആയി. നേരത്തെ 3 കണ്ടായിരുന്നു, ഇപ്പോൾ 6 XP ആക്കി. നമ്മുടെ സോറിൻ്റെ ഇതൊക്കെ ശരിയായിട്ട് നമ്മുടെ ബെഡ് ഉണ്ടായിരുന്നല്ലോ പറഞ്ഞാല് അത് ദൂരെ നിന്ന് കൊളുത്തി കിടക്കാം. ടേസ്റ്റാക്കി കളയാൻ പറ്റത്തില്ല. ബെഡ് അങ്കരം തീരാറായി. പെട്ടെന്ന് പ്ലേസ് ചെയ്യണം. മോൺസ്റ്റേഴ്സ് ഒന്നും എടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് യെസ്, വീടുണ്ടാക്കാനും സമാധാനത്തിന്. ഈ ഹിമാരെ കൊണ്ട് ക്രീപ്പറാണ് ഇതിൻ്റെ ഇഷ്ടം കാണിക്കുന്നത്. അയ്യോ, ഞാൻ കണ്ടില്ല. ക്രീപ്പറിനെ ഞാൻ മൂഞ്ചിപ്പിച്ചാണ്. ഈ 15 വുഡാണ് ഞാൻ ഉണ്ടാക്കിയത്. ഭാഗ്യത്തിന് കീപ്പിൻ്റെ ഓണാക്കി വെച്ചോണ്ട് പോയില്ല. ഓക്കെ, പെട്ടെന്ന് ഇതെല്ലാം ചെയ്യണം. തൽക്കാലത്തിന് ഞാനിപ്പോൾ വുഡ് പ്ലാന്റ് ഒന്നും ആക്കുന്നില്ല. നമുക്ക് ഇച്ചിരി കഴിഞ്ഞാക്കാം. അപ്പം തൽക്കാലത്തിന് ഇതുപോലൊരു വുഡ് വെച്ച് കാണിച്ചൊരു കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ എന്ത് പേടിയാവുന്നു. ഞാൻ ഒന്നാമത് വീട്ടിലൊറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഞാൻ ഫ്രീ ടൈമിൽ വീഡിയോ ഒക്കെ ഇടാൻ പറ്റും. അല്ലാത്തപ്പോൾ ഭയങ്കര സൗണ്ട്. പ്ലാൻ കിട്ടിയിട്ട് അവിടെ നിന്ന് വേണ്ട ഇച്ചിരൂടെ നല്ല ആ ട്രീസൊക്കെ എടുക്കാം. അവിടെ ഇച്ചിരൂടെ ഇതുണ്ട്. ഇത് എങ്ങോട്ട് വരുന്നു? ഇതിനൊരു ഓർമ്മ.
നല്ലോണം വേണം. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു 2 ഇലയൊക്കെ പോരെ, 2 ഇലയൊക്കെ മതി. ഇപ്പോൾ നമ്മൾ 12 ഇതും 6 ബർച്ച് ലോഗും എടുത്തിട്ട്, അയ്യോ ഒരു കാര്യം, ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സ്ഥലം മറന്നുപോയാൽ പെടും. ഇത് മറവുള്ളതാണ്, അങ്ങനത്തുള്ള മറവില്ല ചെറുതായിട്ട്. അതിപ്പോൾ എല്ലാവർക്കും ഇല്ല അതുപോലത്തെ മറവ്. ആ സ്ഥലം കണ്ടുപിടിക്കണം. പെട്ടെന്ന് സ്ഥലം എവിടെയാണ് നമ്മൾ വെച്ച്? അല്ല, റീസ്പോൺ പോയിന്റിലല്ലേ? അപ്പം നമുക്കൊന്ന് ചത്ത് നോക്കിയാലേ. റൗണ്ട് ചെയ്ത് ചത്ത് നോക്കാം. അപ്പോൾ ചത്ത അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടൊക്കെ കീപ്പ് ഇൻവെൻറ്റോറി അല്ലെങ്കിൽ വെച്ചേക്കുള്ളൂ. ഇവിടെ എങ്ങനെയാണ് സ്പോണായേ? അവിടാണോ? ആ അവിടെ എത്തി. അല്ലാതെ ക്ഷീണിച്ചിരിക്കുക. അതിൻ്റെ കൂടെ എല്ലാം ഉണ്ടാക്കാൻ മതി. ഇച്ചിരി ഊളും കൂടി ഉണ്ട്, അതും കൂടി ആഡ് ചെയ്തേക്കാം. 2 ഇലയ്ക്ക് മതി തൽക്കാലത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട് മുറിക്ക് പണിയാം. ഡേർട്ട് രണ്ട് ഒട്ടനായിരുന്നു. ഒന്നാമത് ഫുഡ് പിടിക്കാൻ പോയി. ഇപ്പോൾ ഒരു 3 ഇലയാക്കാം, അത് കുഴപ്പമില്ല.
ഓക്കെ. രാത്രി ഈ പന്നിക്കുട്ടനുണ്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇവനെന്തോ പീസ്ഫുൾ മോഡ് ഇടത്തില്ല. പീസ്ഫുൾ മോഡ് ഇട്ടായിരുന്നെങ്കിൽ പെട്ടെന്നായിരുന്നു. പക്ഷെ എന്തിന് പീസ്ഫുൾ മോഡ് ഇവിടെ ഇച്ചിരി കുഴിച്ചുണ്ട്. ഇത് കോമ്പീസിന് കിടക്കുന്നൊന്നും വരത്തില്ല. ഓടിക്കേണ്ട ആകെ ഇച്ചിരി 2 സാധനങ്ങളും സൈഡിലും ക്രീപ്പറും. ഇരുപത്തിയേഴായിട്ടുണ്ട്. ഇതിനൊന്നും 27 വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇച്ചിരി വെട്ടമല്ലേ, ഇരട്ടല്ലേ, അതുകൊണ്ട് ഇതിട്ടേക്കാം. എന്തായാലും ഈ വീടൊന്നും എന്തായാലും പുതുക്കി പണിയണമെന്നുണ്ട്. അപ്പം എന്തായാലും ഇനി എന്തായാലും ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും എൻ്റെ ജീവിതം ഫുള്ളി ബിസി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോഴത്തേക്കും കാണാം. ബൈ ഗൈസ്.